ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐൽസിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ഐൽസിൻ്റെ ലിസണിങ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ലിസണിങ് ടെസ്റ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം നമ്മൾ ഐൽസ് ടെസ്റ്റിൻ്റെ ലിസണിങ്ങിൽ. അപ്പോൾ നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ 20-ാം തീയതി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അന്നാണ് നമുക്ക് ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും എക്സാംസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ലിസണിങ് ടെസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയാൻ നമുക്കറിയാം ടോട്ടൽ ടൈം വരുന്നത് 40 മിനിറ്റ് ആണ് ടോട്ടൽ ടൈം വരുന്നത്. ഇപ്പോൾ ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ലിസണിങ്ങിന് ടോട്ടൽ ടൈം 40 മിനിറ്റ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിൽ 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഓഡിയോ കേൾക്കലും ആൻസർ എഴുതലൊക്കെ കഴിയും. പക്ഷേ ബാക്കി ഒരു 10 മിനിറ്റ് തരുന്നത് നമ്മൾ എഴുതിയിട്ടുള്ള ആൻസർ ഷീറ്റിലേക്ക് പകർത്തി എഴുതാനായിട്ടുള്ള ടൈമാണ് ബാക്കി ഒരു 10 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ്സ് ആണ്. അതിൽ 30 മിനിറ്റ്സ് ആണ് ഓഡിയോ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഒരു 10 മിനിറ്റ്സ് നിങ്ങൾക്ക് തരും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആൻസേഴ്സ് നിങ്ങൾക്ക് ആൻസർ ഷീറ്റിലോട്ട് പകർത്തി എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ 30 മിനിറ്റാണ് ഓഡിയോ എന്ന് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം 10 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് എന്ത് ചെയ്യാനായിട്ടുള്ളതാണ്, ആൻസർ ഷീറ്റിലേക്ക് പകർത്താനായിട്ടുള്ളൊരു ടൈമാണ്. ഓക്കെ, ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ലിസണിങ് കേൾക്കാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, എക്സാമിന് മുന്നേ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യണമല്ലോ. ആ പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഡൗട്ട്, ഞാൻ ചെയ്യേണ്ടത് അക്കാഡമിക്കാണ്, അപ്പോൾ എനിക്ക് അക്കാഡമിക്കിൻ്റെ ലിസണിങ് അല്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ജനറലാണ് ചെയ്യേണ്ടത്, അപ്പോൾ ജനറലിൻ്റെ ലിസണിങ് അല്ലേ ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. അക്കാഡമിക്കിനാണെങ്കിലും ജനറലിനാണെങ്കിലും ലിസണിങ് എന്ന് പറയുന്നത് രണ്ടും സെയിം തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു 4 സെക്ഷൻസാണ് വരുന്നത്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4 എന്ന് പറഞ്ഞിട്ട് നാല് സെക്ഷൻസാണ് നമുക്ക് ലിസണിങ്ങിന് വരുന്നത്. ഓരോ സെക്ഷനിലും 10 ചോദ്യങ്ങൾ വീതം ഉണ്ടാവും, 10 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. ഓക്കെ, ഇനി ഒരു സെക്ഷനിലല്ല, ചിലപ്പോൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അതായത് ഒരു സെക്ഷനിൽ തന്നെ സെക്ഷൻ 1 ചിലപ്പോൾ 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ സെക്ഷൻ 2 വരുമ്പോഴും 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ സെക്ഷൻ 3 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. സെക്ഷൻ 4 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഈച്ച് സെക്ഷനിൽ എന്തുണ്ടാവാം, ഒന്നോ അതിൽ കൂടുതൽ വേരിയസ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? ലിസണിങ് ടെസ്റ്റിൽ സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 ആൻഡ് സെക്ഷൻ 4 4 സെക്ഷൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. സെക്കൻഡ് സെക്ഷൻ ഒരിത്തിരി ടഫായിരിക്കും. തേർഡ് സെക്ഷൻ അതിനേക്കാട്ടും ടഫായിരിക്കും. ഫോർത്ത് സെക്ഷൻ അതിനേക്കാൾ ടഫായിരിക്കും. അപ്പോൾ ആ ഒരു ടഫ്നെസ് കൂടി വരുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ട് ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടായിരിക്കും, നമ്മൾക്ക് തരുന്ന ബുക്ക്ലെറ്റിൽ വിശദമായിട്ട് എഴുതിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ആ ബുക്ക്ലെറ്റിൽ തരുന്ന ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോർമാറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, നമ്മൾ ഓഡിയോ റെക്കോർഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഓഡിയോ റെക്കോർഡിംഗ് നമുക്കറിയാം, ഒരൊറ്റ പ്രാവശ്യം നമുക്ക് ഓഡിയോ കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് യു വിൽ ഹിയർ എ വെറൈറ്റി ഓഫ് ആക്സൻസ്, ലൈക്ക് ബ്രിട്ടീഷ് ആക്സൻറ്റ് കേൾക്കാം, അമേരിക്കൻ ആക്സൻറ്റ് കേൾക്കാം, ഓസ്ട്രേലിയൻ ആക്സൻറ്റ് കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ മുൻകൂട്ടി പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ആക്സൻറ്റുകൾ കേട്ട് ശീലിക്കാനായിട്ട് നോക്കാം. ഓക്കെ, ആൻസർ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ എഴുതാം. നമ്മളൊരിക്കലും ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആൻസർ ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ബിക്കോസ് നമുക്ക് ആ ആൻസർ നമ്മുടെ മൈൻഡിൽ നിന്ന് സ്കിപ്പായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേരാണെന്ന് വെച്ചോ, MAUGHAN എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് MAUGHAN ഓൺ ദി ടൈം, അല്ലെങ്കിൽ എന്താ പറയുക, അതേ സമയത്ത് തന്നെ, അല്ലെങ്കിൽ കേൾക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, എഴുതാനായിട്ട് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടു MAUGHAN, ഓക്കെ, ഇനി എഴുതാം പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവും, ചിലപ്പോൾ ആ സ്പെല്ലിങ്ങുകളൊക്കെ മിസ്സായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ടെലിഫോൺ നമ്പറാണെന്ന് വെച്ചോ, അപ്പോൾ 014447008 നമ്മൾ ഫുള്ള് കേട്ട് കഴിഞ്ഞിട്ട് എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ അല്ല. നമുക്ക് അതുപോലത്തെ നമ്പേഴ്സൊക്കെ മിസ്സായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾക്കുന്ന അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യാം, എഴുതാനായിട്ട് നോക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഒരൊറ്റ പ്രാവശ്യമാണ് നമുക്ക് ഈ ഒരു ലിസണിങ് കേൾക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺ ദ സ്പോട്ടിൽ എഴുതാനായിട്ട് നോക്കാം.
ഓക്കെ. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ടുള്ളൊരു ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ലിസണിങ്ങിൻ്റെ ആ ഒരു കൂടെ തന്നെ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ. പിന്നെ ആൻസേഴ്സ് സീക്വൻസിലായിരിക്കും. ഓക്കെ, നമ്മൾ കേൾക്കുന്ന അതേ ഓർഡറിലായിരിക്കും 1 after 1 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾക്ക് ആൻസർ ചെയ്യേണ്ട ഒരു പാറ്റേൺ വരുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മിസ്സായിപ്പോയി, അയ്യോ, ഇനി അത് ആലോചിച്ചിരിക്കേണ്ട, കാരണം അടുത്തത് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ അടുത്തേക്ക് പോകും, അല്ലാതെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ അടുത്തേക്ക് നോക്കാം. ഓക്കെ. ഇനി അഥവാ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മിസ്സായി പോയി, ഒരിക്കലും ആ ഒരു സ്പേസ് ബ്ലാങ്ക് ആയിട്ട് ഇടണ്ട, ബിക്കോസ് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഏകദേശം അവിടെ വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും ആൻസർ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി വയ്ക്കാം. ഓക്കെ. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാർക്കിംഗ് സ്കീം എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു 4 സെക്ഷൻസ് ആണ്, അതുപോലെ തന്നെ 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് തരുന്നത്. ഓക്കെ. സ്പെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെല്ലിംഗ് തെറ്റിക്കഴിഞ്ഞാൽ അത് റോങ് ആൻസർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് യൂസ് ചെയ്യാം, അമേരിക്കൻ ഇംഗ്ലീഷ് യൂസ് ചെയ്യാം. ലൈക്ക് കളർ എന്ന് പറയില്ല, COLOUR ഉണ്ട്, COLOR ഉണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രാം PROGRAM ഉണ്ട്, PROGRAMME ഉണ്ട് പ്രോഗ്രാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി അപ്പോൾ നമ്മളായിരിക്കും ഏതാ ഞാൻ ഫോക്കസ് ചെയ്യേണ്ട, ബ്രിട്ടീഷ് വേണോ അമേരിക്കൻ വേണോ? നോ മാറ്റർ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് മാത്രം ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അതല്ല നിങ്ങൾ അമേരിക്കൻ ഇംഗ്ലീഷാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. ഒരിക്കലും ഇത് ഇൻ്റർമിക്സ് ചെയ്ത് എഴുതാതിരിക്കുക. നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് കുറച്ച് എഴുതി അതിനുശേഷം അമേരിക്കൻ ഇംഗ്ലീഷ് എഴുതി, ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ കളർ എന്നുള്ളവർ തന്നെ COLOUR ഒരു ഭാഗത്ത് എഴുതി, ഇനി മറ്റോടത്ത് ഇനി വരുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്സെൻറ്റ് ശൈലിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാർക്ക് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഹൈഫനേറ്റഡ് വേർഡ്സ് ലൈക്ക് ആബ്സെൻറ്റ് മൈൻഡഡ്, ഫ്ലോ ചാർട്ട്, ഇതൊക്കെ 1 വേർഡ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മളൊരു ആബ്സെൻറ്റ് മൈൻഡഡ് നമ്മൾ നോക്കുമ്പോൾ 2 വേർഡ്സാണ്. ബട്ട് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഇഫ് ദർ ഇസ് എ ഹൈഫൺ, അതിന് ഹൈഫൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 1 വേർഡ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറ്. ഓക്കെ. അപ്പോൾ അതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വേർഡ് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ 2 വേർഡ്സ് എഴുതി കഴിഞ്ഞാൽ യു വിൽ ലൂസ് യു മാർക്ക്, നിങ്ങൾക്ക് മാർക്ക് മിസ്സായി പോകും. അതുപോലെ തന്നെ 2 വേർഡ്സ് എഴുതുന്നതോട് നിങ്ങൾ 3 വേർഡ്സ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് മിസ്സായി പോകും. 2 വേർഡ്സ് എഴുതേണ്ട സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾ 1 വേർഡ് എഴുതാം, അല്ലെങ്കിൽ അപ് ടു 2 വേർഡ്സ് വരെ എഴുതാം, അതിൽ കൂടുതൽ എഴുതാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം പറഞ്ഞത്. ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗുലർ നൗൺ, പ്ലൂറൽ നൗൺ ഒക്കെ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കാം. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ചോക്ലേറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് പക്ഷേ നമ്മൾ ആൻസറിൽ എഴുതിയത് ചോക്ലേറ്റ് എന്ന് മാത്രമേ എഴുതിയുള്ളൂ. അത് റോങ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബിക്കോസ് സിംഗുലറും പ്ലൂറലും യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്രാമാറ്റിക്കലി ഹ്യൂജ് ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലൂറൽ ഫോമുകളൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയേക്കും. നിങ്ങൾ വിചാരിക്കും ഒരു എസ് മാത്രമല്ല ഗിഫ്റ്റ് എന്നാണെന്ന് വെച്ചോ, നമ്മൾ ഗിഫ്റ്റ്സ് എന്നെഴുതി ഒരു എസ് കൂടുതലിട്ട് പോയി, തെറ്റിപ്പോവും. ഓക്കെ. അതല്ല നിങ്ങൾ ബുക്സ് എന്നുള്ളിടത്ത് നിങ്ങൾ ബുക്ക് എന്ന് എഴുതി തെറ്റിപ്പോകും, കാരണം എസ് ഇട്ടില്ല. തീർച്ചയായിട്ടും സിംഗുലർ ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലിസണിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ള സിംഗുലർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിംഗുലർ തന്നെ എഴുതണം നമ്മുടെ ആൻസറിൽ. അതുപോലെ തന്നെ പ്ലൂറലാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലൂറൽ തന്നെ എഴുതണം. അല്ലാന്നുണ്ടെങ്കിൽ അതർവൈസ് യു വിൽ ലൂസ് യുവർ മാർക്ക്, നിങ്ങളുടെ മാർക്ക് മിസ്സായി പോകും. ഓക്കെ. ഇനി നമ്മളെ ആൻസേഴ്സ് ഒക്കെ നല്ല കറക്റ്റായിട്ട് എഴുതാനായിട്ട് നോക്കുക. ഏതെങ്കിലും തരത്തിൽ അവർക്ക് നിങ്ങളുടെ എഴുതിയിട്ടുള്ളത് ഇല്ലെജിബിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, എക്സാമിനർക്ക് അത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെ ടിപ്സാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എക്സാം സമയത്ത് നിങ്ങൾക്കൊരു ഹെഡ്സെറ്റ് തന്നിട്ടുണ്ടായിരിക്കും, ഒരു ഓവർ ഹെഡ്സെറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ഈ ഹെഡ്സെറ്റിലൂടെ നമുക്ക് ഓഡിയോസ് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക, ഒന്നാമത്തെ കാര്യം. ഇനി അഥവാ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു എക്സാമിനറുടെ ഒരു അസിസ്റ്റൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവരോട് നിങ്ങൾ ഇൻഫോം ചെയ്യുക, സർ എനിക്കിത് കേൾക്കാൻ പറ്റുന്നില്ല, ക്ലിയർ ആയിട്ടെന്ന് പറയാം. ഓക്കെ. പിന്നെ അവിടെ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. ഒരു വലിയൊരു ക്ലോക്ക് ഉണ്ടായിരിക്കും, സോ നിങ്ങൾക്ക് ടൈമും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. ലിസണിങ്ങിന് പ്രത്യേകിച്ച് ടൈമിൻ്റെ ഒരു ബോധേഡ് ആവേണ്ട കാര്യമില്ല, കാരണം റീഡിങ്ങിനും റൈറ്റിങ്ങിനാണ് ആ ഒരു കാര്യം വരുന്നത്. എങ്കിൽ കൂടി ബാക്കി പറയുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ. പിന്നെ എപ്പോഴും ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വായിച്ച് നോക്കിയിട്ട് എന്ത് ആൻസറാണോ നമുക്ക് വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കാം. എന്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണോ നമുക്ക് വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കാം.
ഓക്കെ. പിന്നെ എന്ത് ചെയ്യാം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൈം, ജോയിനിങ് ടൈം എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വരേണ്ടത് എന്നാണ്. അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇനി വരാൻ പോകുന്നത് ന്യൂമറിക് ആണ്. സോ ന്യൂമറിക് വരുന്ന സമയത്ത് അലേർട്ടായിരിക്കാം, അറ്റ് ദ സെയിം ടൈം എഴുതാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് നെയിം കൊടുത്തിട്ട് സെക്കൻഡ് നെയിമാണ് എഴുതേണ്ടത്, അപ്പോൾ സ്പെല്ലിങ് കറക്റ്റായിട്ട് എഴുതാനായിട്ട് നോക്കുക. ഓക്കെ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ചില വേർഡുകൾ ചിലപ്പോൾ നമ്മൾ ലിസണിങ് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില വേർഡുകൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഓക്കെ. ചിലപ്പോൾ കേൾക്കുമ്പോൾ പ്രൊനൗൺസിയേഷൻ മേ ബി നമ്മൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അത് നമ്മൾ വല്ലാണ്ട് ബോധറാവേണ്ട കാര്യമില്ല. കാരണം ചിലപ്പോൾ നമുക്ക് ആ ഒരു വേർഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CELLO. ഓക്കെ. CELLO, സെല്ലോ. നമ്മൾ സെല്ലോ എന്നല്ല പറയുന്നത്, സെല്ലോ എന്നാണ് നമ്മൾ നോർമലി പറയുക. പെന്നൊക്കെ ഉണ്ട്, സെല്ലോ പെൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് കൂടിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇറ്റ്സ് നോട്ട് സെല്ലോ. സെല്ലോ എന്നല്ല ഇതിനെ പറയുന്നത്, ഷെല്ലോ എന്നാണ് പറയുന്നത്, ഷെല്ലോ. ഓക്കെ. അപ്പോൾ ഷെല്ലോ പ്ലെയർ എന്ന് പറഞ്ഞാൽ ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന ഒരാളെയാണ് ഷെല്ലോ പ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഷെല്ലോ പ്ലെയർ, സോ വാട്ട് വിൽ ബി ഇത് സ്പെല്ലിങ്, അതൊന്നും എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവേണ്ട. അത്തരത്തിലുള്ള വളരെ ടഫായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വാക്കുകളൊന്നും സാധാരണഗതിയിൽ ലിസണിങ്ങിന് ആൻസറായിട്ട് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട കേട്ടോ. ഓക്കെ. പിന്നെ എന്തായിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യരുത്. എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക, അടുത്ത ആൻസർ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. പിന്നെ സ്പെല്ലിങ്ങും ഗ്രാമറും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ സ്പെല്ലിങ്ങൊക്കെ കറക്റ്റായിട്ട് എഴുതാം. ഓക്കെ. അത് തെറ്റിക്കരുത്. ഇപ്പോൾ റിസീവ് എന്നുള്ളിടത്തൊക്കെ നമ്മൾ സ്പെല്ലിങ് ചിലപ്പോൾ ഇയും ഐയും ഒക്കെ അവിടെ മാറ്റി എഴുതുമ്പോൾ അതൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ മാർക്ക് പോകും. ബിലീവ് എന്ന് പറയുന്നിടത്തും മാറ്റി കഴിഞ്ഞാൽ BELEI അങ്ങനെയൊക്കെ IEയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാം. ഇനി ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് അയ്യോ ഈ ഒരു ആക്സെൻ്റ് എനിക്ക് കിട്ടുന്നില്ലല്ലോ, ഹിസ് പ്രൊനൗൺസിയേഷൻ ഇസ് ടു ഭയങ്കര സ്പീഡിലാണ് പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അത് തീരെ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിൽ കൂടി നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിരുന്നേ പറ്റുള്ളൂ. കാരണം ലിസണിങ്ങിന് വേറെ നമുക്ക് ചോയ്സ് ഒന്നുമില്ല. എല്ലാ എക്സാമിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ തരാനായിട്ടുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. മറ്റുള്ള സറൗണ്ടിങ്ങിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ പക്ക നമ്മുടെ ലിസണിങ്ങിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുക. ഓക്കെ. പിന്നെ ലിസണിങ്ങിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റീഡ്, റൈറ്റ് ആൻഡ് ലിസൺ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മളിത് വായിക്കണം, ഇത് കേൾക്കണം, അറ്റ് ദ സെയിം ടൈം എഴുതാൻ വേണം. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി കൂട്ടാനായിട്ട് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, IELTSൻ്റെ ഒരു സീരീസ് വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് IELTSൻ്റെ എല്ലാ മോഡ്യൂൾസിനെ കുറിച്ചിട്ടും നല്ല രീതിയിലുള്ളൊരു ഡീപ്പായിട്ടുള്ളൊരു നോളജ് അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഈ ഒരു വീഡിയോസ് നമ്മൾ റെഗുലറായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളോട് എന്താണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചോദ്യമാണോ ചോദിച്ചിരിക്കുന്നത് അതിനുള്ള ആൻസർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാണ്ട് വളരെ വളരെ വലിയ ഒരു മേഖലകളിലേക്ക് ചിന്തിച്ച് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നിങ്ങളോട് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കാനായിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ഈ വീഡിയോ ലെസൺസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ IELTS ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള സ്കോറുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ IELTSനെ റിലേറ്റീവുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. ഓക്കെ. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.